നമസ്കാരം. ഭാരതത്തിനെതിരെ വീണ്ടും പാകിസ്ഥാൻ യുദ്ധഭീഷണി മുഴക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂരിലേറ്റ തിരിച്ചടി മറന്നാണ് പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ, പാകിസ്ഥാന്റെ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ തുടങ്ങിയവർ പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തുന്നത്. അനവസരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇന്ത്യയെ ലക്ഷ്യമിടുന്ന ഭീഷണികളുടെ സാധ്യതയെന്ത്, പാകിസ്ഥാനെ ഇത്തരം നടപടികളിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളെന്ത്, ഇന്ത്യ ഈ ഭീഷണിയെ എങ്ങനെ നേരിടുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത്. വീഡിയോ തുടർന്ന് കാണുന്നതിനു മുൻപ് ഒരു അഭ്യർത്ഥന. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ പിൻബലം. പാക് സൈനിക മേധാവി അസിം മുനീർ അമേരിക്കൻ സന്ദർശനത്തിനിടെ ഫ്ലോറിഡയിൽ ഒരു ചടങ്ങിൽ സംബന്ധിക്കവെയാണ് ഭാരതത്തിനെതിരെ പ്രകോപനപരമായ പ്രസ്താവന നടത്തിയത്. പാകിസ്ഥാന്റെ നിലനിൽപ്പിന് ഭീഷണി ഉയർത്തിയാൽ ഇന്ത്യയെ ആണവയുദ്ധത്തിലേക്ക് തള്ളിയിടാൻ മടിക്കില്ലെന്നായിരുന്നു ഭീഷണി. അതേസമയം പ്രസ്താവനയുടെ വരികൾക്കിടയിൽ പരിശോധന നടത്തിയാൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വന്ന പ്രസ്താവന ലോകത്തിന് തന്നെ ഭീഷണിയാണെന്ന് വ്യക്തമാകും. പാകിസ്ഥാൻ ആണവശക്തിയാണെന്നും തങ്ങൾ ഇല്ലാതാകുമെന്ന് തോന്നിയാൽ ലോകത്തിന്റെ പകുതി ഭാഗത്തെയും നശിപ്പിക്കുമെന്നുമാണ് പ്രസ്താവനയിൽ പറഞ്ഞത്. ആദ്യമേ പറയാം, പാകിസ്ഥാൻ എന്ന രാജ്യം ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കാൻ തീരുമാനിക്കുന്ന ദിവസമായിരിക്കും എന്നേക്കുമായി പാകിസ്ഥാന്റെ ആണവ ഭീഷണിയുടെ അവസാനം. അസിം മുനീറിന്റെ പ്രസ്താവന അമേരിക്കയിൽ വച്ചാണെന്ന വസ്തുത പരിശോധിച്ചാൽ പിന്നിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താൽപര്യം വ്യക്തമാകും. തുടരുന്ന ഇന്ത്യ റഷ്യ സഹകരണം, താരിഫ് നിരക്ക് ഉയർത്തി വ്യാപാര യുദ്ധത്തിനിറങ്ങിയിട്ടും അമേരിക്കയെ ഗൗനിക്കാത്ത ഇന്ത്യൻ നിലപാട് തുടങ്ങിയ കാരണങ്ങളിൽ അമേരിക്കൻ ഭരണകൂടം ഇന്ത്യയോട് അപ്രിയത്തിലാണിപ്പോൾ. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കാൻ താൻ ഇടപെട്ടെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന നിരാകരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടിനോടും ട്രംപിന് വിരോധമുണ്ട്. ഇന്ത്യയെ ഭീഷണിപ്പെടുത്താനുള്ള മികച്ച മാർഗമായാണ് US പാകിസ്ഥാനെ എക്കാലവും കണ്ടിരുന്നത്. ആ നിലപാടിലേക്ക് ഏതാനും വർഷങ്ങൾക്ക് ശേഷം അവർ തിരിച്ചു വന്നു എന്നത് മാത്രമാണ് ഇവിടെ സംഭവിക്കുന്നത്. കാരണം അമേരിക്കയുടെ സാമന്ത രാഷ്ട്രമാണ് പാകിസ്ഥാൻ. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ച സംഭവത്തിന് നേതൃത്വം നൽകിയ ഒസാമ ബിൻ ലാദനെ പാകിസ്ഥാൻ ചെല്ലും ചെലവും കൊടുത്തു പോറ്റിയിട്ട് പോലും അമേരിക്ക പാകിസ്ഥാനോട് അത്ര വലിയ വിരോധം വച്ചു പുലർത്തിയിരുന്നില്ല. ഇന്ത്യ, ചൈന, ഇറാൻ എന്നീ രാജ്യങ്ങളിലേക്ക് കടന്നുകയറാനുള്ള അമേരിക്കയുടെ രഹസ്യപാത മാത്രമാണ് പാകിസ്ഥാൻ. ലോകത്തിന്റെ പാതി നശിപ്പിക്കുമെന്ന് അമേരിക്കൻ മണ്ണിൽ നിന്നുകൊണ്ട് പാക് സൈനിക മേധാവിക്ക് പറയാൻ കഴിഞ്ഞതും ഇതേ കാരണം കൊണ്ടുതന്നെയാണ്. ലോകത്ത് മതത്തിന്റെ പേരിൽ രൂപം കൊണ്ട ഒരേ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ജനിച്ചതു മുതൽ രാഷ്ട്രീയ അസ്ഥിരതയും ഭീകര സംഘടനകളുടെ നിയന്ത്രണവും ഒരു തീരാശാപമായ ആ രാജ്യം ഗുരുതര പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. വീണ്ടും ഒരു പട്ടാള അട്ടിമറിയിലേക്കാണ് ആ രാജ്യം നീങ്ങുന്നത്. മുൻ സൈനിക മേധാവി പർവേഷ് മുഷാറഫ് കാർഗിലിൽ നടത്തിയ കടന്നുകയറ്റവും അതിന് അമേരിക്ക നൽകിയ മൗനാനുവാദവും ഇവിടെ ഓർക്കേണ്ടതുണ്ട്. പൂർണ്ണമായി അമേരിക്കയുടെ നിയന്ത്രണത്തിലേക്ക് പാകിസ്ഥാനെ എത്തിക്കുന്നതിനായി ആ രാജ്യത്ത് ഭരണകൂട അട്ടിമറി നടത്താൻ ഒരുങ്ങി നിൽക്കുകയാണ് അസിം മുനീർ. ഇതിന് ചില രാഷ്ട്രീയ പിന്തുണയും ആ മണ്ണിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ബിലാവൽ ഭൂട്ടോമാരുടെ പ്രസ്താവനകൾ ഇതിനോട് ചേർത്ത് വായിക്കാം. ഇനി ഇന്ത്യയുടെ കാര്യം പരിശോധിച്ചാൽ പാകിസ്ഥാന്റെ ആണവ ഭീഷണിക്ക് വഴങ്ങില്ലെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി കഴിഞ്ഞു. ഇന്ത്യയുടെ സൗഹൃദ രാജ്യമായ US-ന്റെ മണ്ണിൽ വച്ചു തന്നെ പാക് സേനാ മേധാവി നടത്തിയ പ്രസ്താവന ഖേദകരമാണെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ ഭാരതം സ്വീകരിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞു. പഹൽഗാമിൽ നമ്മുടെ പൗരന്മാരെ മത തീവ്രവാദികളെ ഉപയോഗിച്ച് കൊന്നൊടുക്കിയതിനെ തുടർന്ന് ഭാരതം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂരിന്റെ ഭാഗമായാണ് സിന്ധു നദിയിൽ നിന്നും പാകിസ്ഥാന് നൽകിയിരുന്ന ജലവിതരണം എന്നേക്കുമായി ഇന്ത്യ നിർത്തലാക്കിയത്. സിന്ധു നദിയിൽ ഡാം നിർമ്മിച്ച് വടക്കൻ സംസ്ഥാനങ്ങളിലെ ജലദൗർലഭ്യം പരിഹരിക്കാൻ പദ്ധതിയിട്ടിരിക്കുകയാണ് ഇന്ത്യ. ഡാം നിർമ്മിച്ചാൽ അത് മിസൈൽ ഉപയോഗിച്ച് തകർക്കുമെന്നാണ് അസിം മുനീർ പറഞ്ഞിരിക്കുന്നത്. ഇത്തരം ഭീഷണികൾക്കൊന്നും ഇന്ത്യയുടെ നിലപാടുകളെ തിരുത്താൻ കഴിയില്ല എന്ന് പാകിസ്ഥാൻ തിരിച്ചറിയാൻ ഇരിക്കുന്നതേയുള്ളൂ. 1971 ഇന്ത്യ പാക് യുദ്ധം നടക്കുന്ന സമയം അമേരിക്ക പാകിസ്ഥാനായിരുന്നു പിന്തുണ നൽകിയത്. ഒരു ഘട്ടത്തിൽ യുദ്ധക്കപ്പലുകൾ പാകിസ്ഥാനു വേണ്ടി അയക്കാൻ US തയ്യാറായതും സോവിയറ്റ് യൂണിയന്റെ പിന്തുണയോടെ അന്ന് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ കരുത്തുറ്റ
നിലപാടും ഈ സമയം ഓർക്കുകയാണ്. അന്നത്തേക്കാൾ എത്രയോ ശക്തമാണ് ഇന്നത്തെ ഭാരതം. ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാൻ ആ പ്രഹരശേഷി അറിഞ്ഞതുമാണ്. ഇന്ത്യ നടത്തിയ ചെറിയ നീക്കങ്ങളെ പോലും പ്രതിരോധിക്കാനാവാത്ത വിധം ക്ഷയിച്ചുപോയ പാകിസ്ഥാൻ അന്ന് നമ്മോട് കെഞ്ചിയാണ് യുദ്ധം അവസാനിപ്പിച്ചത്. പൊടുന്നനെ വീണ്ടും ഒരു യുദ്ധവെറിക്കു പിന്നിൽ അമേരിക്കയുടെ മൗനാനുവാദമുണ്ടെന്ന് തീർച്ചയായും സംശയിക്കാം. നാഴികയ്ക്ക് 40 വട്ടം വാക്കും നിലപാടും മാറ്റുന്ന ഡൊണാൾഡ് ട്രംപിന്റെ പിൻബലത്തിൽ അസീം മുനീറും മറ്റും ഉയർത്തുന്ന ഭീഷണിയെ വിനാശകാലത്തെ വിപരീത ബുദ്ധിയായി മാത്രമേ കാണാനാകൂ. അത് വ്യക്തമാക്കി കൊടുക്കാൻ പാകത്തിൽ ഒരു ഭരണ നേതൃത്വം അവിടെ ഇല്ലാത്തതാണ് പാക് ജനതയുടെ ദൗർഭാഗ്യം. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചതായി നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല. പാകിസ്ഥാനെതിരെ അടുത്ത യുദ്ധത്തിന് ഭാരതം നിർബന്ധിതമായാൽ സൈനികർ മാത്രമല്ല രാജ്യം ഒന്നിച്ചായിരിക്കും പോരാടുകയെന്ന് നമ്മുടെ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ പ്രസ്താവനയിൽ എല്ലാം അടങ്ങുന്നുണ്ട്. നാവികസേനയ്ക്ക് അവസരമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നതും കൂടി ചേർത്ത് വായിച്ചാൽ ഇനി പാകിസ്ഥാൻ ഒരു യുദ്ധത്തിന് മുതിർന്നാൽ സമ്പൂർണ്ണ യുദ്ധത്തിന് ഇന്ത്യ നിർബന്ധിതമാകുമെന്ന് വ്യക്തമാകും. അങ്ങനെ സംഭവിച്ചാൽ ബ്രഹ്മോസുകൾ ഒരു വരവ് കൂടി പാക് അതിർത്തി കടന്നുവരും. അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയൊന്നും പാകിസ്ഥാന് ഉണ്ടായെന്ന് വരില്ല. ഭാരതം ആഗ്രഹിക്കുന്നത് യുദ്ധമല്ല, ലോക സമാധാനമാണ്. അതാണ് നമ്മുടെ നാടിന്റെ സംസ്കാരം. സമാധാനത്തിന് കോട്ടം വരുത്തുന്ന ശക്തികളെ ഇല്ലാതാക്കുന്നതും അതിന്റെ സ്വഭാവ വിശേഷമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.